കോഴിക്കോട് ഫറൂഖ് മണ്ണൂർ വളവിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു. കർണാടക സ്വദേശിയാണ് മരണപ്പെട്ടത്. 18 പേർക്ക് പരിക്കുമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഉടുപ്പിയിലേക്ക് പോയ ബസ് പുലർച്ചെ 2:30-ഓടെയാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് നിന്നും CK വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. CK, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്? ഒരു മരണം ഉണ്ടായിരിക്കുന്നത്, 18 പേർക്കോളം പരിക്കുണ്ടെന്ന് പറയുന്നു. ഇവർക്കൊക്കെ എങ്ങനെയുണ്ട്? ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അവരെ രാത്രി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. മറ്റുള്ളവർ പരിസരങ്ങളിലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. ഇന്ന് പുലർച്ചെ 2:30-ഓടെയാണ് അപകട കാരണം എന്താണ് എന്ന് പൂർണ്ണമായും വ്യക്തമായിട്ടില്ല. ഒരുപക്ഷെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ എന്ന ഒരു സംശയമുണ്ട്. കാരണം റോഡിൽ അത് മണ്ണൂർ വളവ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ദേശീയപാതയിൽ ഏതൊരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായ ഒരു വളവാണ്. ആ വളവിലാണ് ഈ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടത്. കോഹിനൂർ എന്ന പേരിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് അപകടത്തിൽ പെട്ടത്. ഇന്ന് പുലർച്ചെ 2:30-ഓടെയായിരുന്നു അപകടം. ശരി, പുലർച്ചെ 2:30-ഓടെയാണ് അപകടമുണ്ടായത്. കോഴിക്കോട് ഫറൂഖ് മണ്ണൂർ വളവിലാണ് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരു മരണമുണ്ടായിരിക്കുന്നത്. കർണാടക സ്വദേശിയാണ് മരണപ്പെട്ടത്. CK, അതേസമയം ഈ അപകടം നടന്ന ഉടനെ ഇവരെ എല്ലാം ആശുപത്രിയിലേക്കൊക്കെ മാറ്റാൻ സാധിച്ചിരുന്നു. പുലർച്ചെ 2:30-ഓടെയൊക്കെയാണ് അപകടം. എങ്ങനെയായിരുന്നു പ്രവർത്തനമൊക്കെ മുന്നോട്ട് പോയത്? എന്താണ് കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത്? വലിയ ശബ്ദമുണ്ടായി. അതാണ് ആദ്യം പരിസരങ്ങളിലുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുവഴി കടന്നു പോകുന്നത്. കാരണം ഇത് വളരെ തിരക്ക് പിടിച്ച ഒരു റൂട്ട് കൂടിയാണ്. അതുകൊണ്ട് അപ്പോൾ തന്നെ അപകടം നടന്ന വിവരം അപ്പോൾ തന്നെ പരിസരത്ത് അറിയുകയും ഉടൻ തന്നെ പോലീസും നാട്ടുകാരും എല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞതും അതോടൊപ്പം തന്നെ അപകടത്തിന്റെ മറ്റു തോത് കുറയാനുള്ള കാരണവും. കാരണം ഈ 2 പേരൊഴികെ മറ്റുള്ളവരുടെ നില ഗുരുതരമല്ല എന്നത് ഏറെ ആശ്വാസമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അത്രമാത്രം ഭീകരമാണ്. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് അപകടത്തിന്റെ ഒരു ആഴം. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഏറ്റവും വേഗം തന്നെ ആരംഭിക്കുകയും ചെയ്തു. ഈ പരിക്കേറ്റ 2 പേരുടെ നില അല്പം ഗുരുതരമാണ്. മരിച്ച വ്യക്തിയെ പൂർണ്ണമായും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കർണാടക സ്വദേശിയാണ് എന്ന വിവരം മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. പേര് മറ്റു വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ശരി, 18 പേർക്കാണ് പരിക്കുള്ളത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അപകടം പുലർച്ചെ 2:30-ഓടെയാണ് ഉണ്ടായത്. ഒരുപക്ഷെ അവിടെയുള്ള വളവായിരിക്കാം അപകട കാരണം. അവിടെ നിയന്ത്രണം വിട്ടതാകാം എന്നത് ഉൾപ്പെടെയുള്ള സംശയമാണ് നിലനിൽക്കുന്നത്. എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളത് ഇനിയും വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു.